ഇന്നത്തെ ദിവസം സംസാരിക്കാൻ ആരുമില്ലല്ലോ വിചാരിച്ചിരുന്നപ്പോഴാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ആ വിഷമം അങ്ങ് മാറിക്കിട്ടി. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇന്ന് ഒരു ബോറൻ ദിവസമല്ലാതാക്കി മാറ്റാൻ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എഴുതി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഡയറി എടുത്ത് അതൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ വന്നിട്ട് കഴിച്ചത് പുട്ടും സാമ്പാറുമാണ് കേട്ടോ. ആദ്യം വിചാരിച്ച് പുട്ട് സാമ്പാർ എന്ത് കോംബോ ആണത് വിചാരിച്ച്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി സാധനമായിരുന്നു. കഴിച്ചിട്ടില്ലാത്തവരെന്തായാലും കഴിച്ച് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഡു എപ്പിക് ഷിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഇന്ന് വായിച്ചത്. മൊത്തം വായിച്ചില്ല, പകുതിയേ വായിച്ചുള്ളൂ. പക്ഷേ എന്തൊക്കെയോ സംതിങ് ഉള്ള ബുക്കാണെന്ന് തോന്നി. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറിനുണ്ടായിരുന്നത് ചമ്മന്തിപ്പൊടിയും സാമ്പാറും പയറ് തോരനുമായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഫ്രിഡ്ജ് പോയി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരെണ്ണമൊക്കെ എടുത്ത് കഴിച്ചിരിക്കുമ്പോഴാണ് മുബിത വീട്ടിൽ നിന്ന് നല്ല എന്താ പറയുക വട്ടയപ്പം, വാഴയില പൊതിഞ്ഞ വട്ടയപ്പമൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾക്ക് രാത്രി വേറെ ഫുഡൊന്നും വേണ്ടിയിരുന്നില്ല.